നോക്കി ഇമാമുൽ അഅ്ലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു എത്ര വലിയ മഹാനാണ്. തൻ്റെ അയൽവാസിയായ മജൂസിയായ മനുഷ്യന് കടം കൊടുക്കാൻ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ തങ്ങൾ വാങ്ങിയ കടം ചോദിക്കാൻ വേണ്ടി മജൂസിയുടെ വീട്ടിലേക്ക് പോകുന്നു. മജൂസിയായ മനുഷ്യൻ മുസ്ലിം അല്ലല്ലോ, അയൽക്കാരനാണ്, എന്നാലും നല്ല സഹകരണത്തിലാണ്. അബൂ ഹനീഫ തങ്ങളിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ട്. ആ കടം ചോദിക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോകാണ്. ആ മജൂസിയുടെ വീട്ടുമുറ്റത്തെത്തിയപ്പോ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കാലിന്റെ ചെരുപ്പിന്റെ വാറിൽ ഒരു നജസ് വന്ന് വീണു. നമ്മളൊക്കെ സാധാരണ ചെരുപ്പിൽ വല്ലതും വീണാൽ കാലൊന്നും ഇങ്ങനെ കൊടയും. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കാലൊന്ന് കൊടഞ്ഞു. ചെരുപ്പിന്റെ വാറിൽ വീണ നജസ് നേരെ തെറിച്ചുപോയി വീണത് ആ മജൂസിയായ മനുഷ്യന്റെ ചുമരിലാണ്. ഫതഹയ്യറ ഇൻദ ദാലിക അബൂ ഹനീഫ. ആ സമയത്ത് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പരിഭ്രമിച്ചു പോയി. എന്താ പരിഭ്രമം എന്നറിയോ? ഞാൻ ആ നജസ് അദ്ദേഹത്തോട് പറയാതെ ഞാൻ അങ്ങ് നടന്നു നീങ്ങിയാൽ അയൽവാസിയുടെ ചുമരിന് നജസ് വരുത്തിയവനാകൂലേ? പറയാതെ ഞാനങ്ങ് ചുരണ്ടിക്കളഞ്ഞാലോ ചുമര് ഞാൻ കേടുവരുത്തിയവനാകൂലേ? എന്തു ചെയ്യും എന്ന് ചിന്തിച്ച് മഹാനവർകൾക്ക് പരിഭ്രമം വന്നു. മജൂസിയായ മനുഷ്യൻ അബൂ ഹനീഫ തങ്ങളെ കണ്ടപ്പോൾ ഭാര്യനെ പറഞ്ഞയച്ചിട്ട് പറഞ്ഞു, എന്നിൽ നിന്ന് കാശ് വാങ്ങാനാ വന്നത്, അവധിയൊക്കെ ആയിട്ടുണ്ട്, പക്ഷേ കൊടുക്കാൻ ഇപ്പം എൻ്റെ കയ്യിലൊന്നുമില്ല, അതുകൊണ്ട് ഇപ്പം കയ്യിലൊന്നുമില്ലാതെ നീ ഒന്ന് പോയി പറയണം. ഡയറക്റ്റായി പറയാനൊരു മടിയാണല്ലോ, വാങ്ങാനൊക്കെ എല്ലാവരും ഉഷാറുണ്ടാവും, പക്ഷെ കൊടുക്കാനില്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് പറയാൻ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് ഭാര്യനെ പറഞ്ഞയച്ചിട്ട് പറഞ്ഞു, നീ ഒന്ന് പറയണം, ഇപ്പം തരാനില്ല, ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തരാം. ആ പെണ്ണത് പോയി പറഞ്ഞപ്പോൾ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കടത്തിൻ്റെ വിഷയമല്ല, അതിനേക്കാളും വലിയൊരു വിഷയം പറയാണ്ടൊന്ന് വരാൻ പറയും. ഇപ്പം കടത്തിൻ്റെ വിഷയം പറയാനല്ല ഞാൻ വിളിക്കുന്നത്, ഇവിടെ വന്നപ്പോൾ വേറൊരു വിഷയം എനിക്ക് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്താനുണ്ട്, അതുകൊണ്ടൊന്ന് വരാൻ പറയുന്നു. അപ്പം അതെന്താ കേൾക്കാന്ന് കരുതിയിട്ട് മജൂസിയ മനുഷ്യൻ പുറത്തേക്ക് വന്നപ്പോൾ പറഞ്ഞു, നിങ്ങളെനിക്ക് മാപ്പാക്കണം, നിങ്ങളെനിക്ക് പുറത്തു തരണം ഒരു വിഷയം. ഞാനത് ഉണർത്താനായി ഇപ്പോൾ തീരുമാനിക്കുന്നത്. എനിക്ക് എൻ്റെ കടത്തെക്കാളും കൂടുതൽ, എനിക്ക് തരാനുള്ളതിനേക്കാളും കൂടുതൽ ഈ വിഷയത്തിലാണ് ഇപ്പോൾ എനിക്ക് വിഷമമുള്ളത്. ഞാൻ നിങ്ങളെ വീട്ടുമുറ്റത്തെത്തിയപ്പോൾ എൻ്റെ ചെരുപ്പിൻ്റെ മുകളിൽ വാറിൻ്റെ ഭാഗത്ത് ഒരു ചെറിയ നജസ് വന്ന് വീണപ്പോൾ ഞാനതൊന്ന് തട്ടിയപ്പോൾ നേരെ നിങ്ങളെ ചുമരില്ലാതെ പോയി വീണത്. അതുകൊണ്ട് അത് നീക്കിയാൽ നിങ്ങളെ ചുമരിന് വല്ല കേടും വരുമെന്ന് കരുതിയിട്ട് എനിക്ക് വിഷമം തോന്നി. പറയാതെ പോയാൽ നജസാക്കി എന്ന നിലക്കൊരു വിഷമമില്ലേ? അതുകൊണ്ടത് മാപ്പാക്കണം, അത് നിങ്ങളെനിക്ക് പൊരുത്തപ്പെട്ടു തരണം. ബോധപൂർവം സംഭവിച്ചതാണോ? അല്ല. ആ ചുമരിൽ തന്നെ തെറിക്കട്ടെ എന്ന് കരുതിയിട്ട് തട്ടിയതുമല്ല, അത് പുറത്തെവിടെങ്കിലും പോയിക്കോട്ടെ, പക്ഷെ പോയി വീണത് അങ്ങോട്ടാ. അയൽവാസിയെ ഉൾക്കൊള്ളൽ നോക്ക് നിങ്ങൾ. ഇത് അവിടെയും ഇവിടെയും തേങ്ങ കണ്ടാൽ നമ്മൾ തന്നെ ആയിരിക്കും എന്നുള്ള നല്ല കാഴ്ചപ്പാടാ നമുക്കുണ്ടാകാം വേഗം. തേങ്ങയും മട്ടിലും കണ്ടാൽ അയൽവാസിൻ്റെതാകാനൊരു നിൽക്കും സാധ്യതയല്ല. അതുകൊണ്ട് അത് സാധ്യത എന്നുള്ളവർക്ക് അങ്ങോട്ട് പോയിക്കോട്ടെ, പൊരുത്തപ്പെട്ട് അങ്ങോട്ട് കൊടുക്കാന്നുള്ളതിനേക്കാളും പകരം അത് നമ്മളുടെ കൂടുതൽ സാധ്യത ഇങ്ങോട്ട് പോന്നോട്ടെ എന്നാ ചിന്തിക്കുക. ഒന്ന് അങ്ങോട്ട് പോയിക്കോട്ടെ, നമ്മളുടേതല്ല, ഇനി നമ്മളുടെയാണെങ്കിൽ നമ്മൾ പൊരുത്തപ്പെട്ട് കൊടുത്തു അങ്ങോട്ട് ആയിക്കോട്ടെ, അങ്ങനെ ചിന്തിക്കാൻ വിശാലത കുറവല്ലേ. അവർ മിനിയാന്ന് അല്ലേ തേങ്ങ ഇട്ടത്, അതുകൊണ്ട് ഇനി തേങ്ങ വീഴാൻ സാധ്യതയല്ല. ആര് പറഞ്ഞു സാധ്യതയല്ല? ഇട്ടാൾ തന്നെ ഒന്ന് കണ്ണിൽ പെടാതെ പോയിട്ടുണ്ടെങ്കിലോ? പാകമായി വീഴാനായത് തേങ്ങ വലിക്കുന്ന ആളെ കണ്ണിൽ പെടാതെ പോയിട്ടുണ്ടെങ്കിൽ അത് വീഴാലോ, എന്നും ചിന്തിക്കാലോ. പക്ഷെ അവിടെ ചിന്തിക്കുന്നത് നമ്മളതാകാനാ സാധ്യത, അപ്പൊ തേങ്ങയുടെ ആവശ്യമുണ്ട്, അതുകൊണ്ട് കൂടുതൽ നമ്മളതാകാൻ സാധ്യത തോന്നും ചെയ്യും. അതുകൊണ്ടത് എടുക്കാനാ കൂടുതൽ മനസ്സ് വെമ്പുന്നത്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മിണ്ടാതെ പോയാൽ ആരെങ്കിലും അറിയോ? ആ സമയത്താണ് ആ മജൂസിയായ മനുഷ്യന്റെ മനസ്സ് വിശാലമാകുന്നത്. കണ്ടോ, ഒരു ചുമരിന്റെ മേലെ അവിചാരിതമായി സംഭവിച്ചൊരു നജസിനെ ശുദ്ധീകരിക്കുന്നതിന് ഇത്രമാത്രം വിശാലമായ കാഴ്ചപ്പാടുണ്ടെങ്കിൽ അന്ധകാര നിബിഡമായി കിടക്കുന്ന അള്ളാഹുവിലും അവന്റെ ഹബീബിലും വിശ്വസിക്കാതെ ചേറുബാധിച്ച് കിടക്കുന്ന എന്റെ കൽബ് ഞാനൊന്ന് വൃത്തിയാക്കട്ടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പരിസരം വൃത്തിയാക്കാൻ ഇത്രമാത്രം ഒരു വിശാലത
ഈ പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ച അബൂ ഹനീഫ തങ്ങളുടെ മനസ്സിനുണ്ടെങ്കിൽ ഞാനത് സ്വീകരിക്കാൻ വൈകിപ്പോയല്ലോ, എൻ്റെ മനസ്സിപ്പോഴും അന്ധകാര നിബിഡമായി കിടക്കുകയല്ലേ, എൻ്റെ മനസ്സിൻ്റെ മാലിന്യം ഞാൻ ആദ്യം നീക്കട്ടെ, എന്നിട്ട് എൻ്റെ ചുമരിലെ മാലിന്യം നീക്കാമെന്ന ആ മനുഷ്യന്റെ മനസ്സ് തുറന്നു പറഞ്ഞെങ്കിൽ ഇതെത്രമാത്രം വലിയ വിശാലതയാണ്. വിശാല മനസ്കത കൊണ്ട് അവര് നേരിട്ടത് അങ്ങനെയാണ്, ജനങ്ങൾക്ക് ബോധനം നടത്തി കൊടുത്തത് അങ്ങനെയാണ്. ഓ സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചില്ലേ, ഫകൈഫ ശർഹു, മനസ്സിന്റെ വിശാലത, മാനസികമായി കിട്ടുന്ന വിശാലത എങ്ങനെയാണ് നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറൻ, ഏതെങ്കിലും ഒരടിമയെ കൊണ്ട് അല്ലാഹു നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഖദഫ ഫീ ഖൽബിഹി അന്നൂർ, അവന്റെ മനസ്സിൽ അല്ലാഹു തആല നൂറിട്ട് കൊടുക്കും, അവന്റെ മനസ്സിൽ അല്ലാഹു തആല വെളിച്ചമിട്ട് കൊടുക്കും. ഫംഫസഹ ലിദാലിക സദ്റുഹു, ആ നൂറ് സ്വീകരിക്കാൻ അവന്റെ മനസ്സ് പ്രവിശാലമാകും. അപ്പൊ ചോദിച്ചു അല്ലാഹുവിന്റെ റസൂലേ, ഹല്ലിദാലിക മിൻ ആയത്തിൻ യുറഫു ബിഹാ, അതിനറിയപ്പെടുന്ന വല്ല അടയാളവും ഉണ്ടോ? ശർഹ് സ്വദർ ലഭിച്ചിട്ടുണ്ട്, വിശാല മനസ്കത കിട്ടിയിട്ടുണ്ട് എന്നതിന് അറിയാൻ പറ്റുന്ന വല്ല അടയാളം ഉണ്ടോ? തങ്ങൾ പറഞ്ഞു നഅം ഉണ്ട്. എന്താണ് അതിന്റെ അടയാളം? അവിടുന്ന് പറഞ്ഞു, അത്തജാഫി അൻദാരിൽ ഖുറൂർ വൽ ഇനാബതു ഇലാ ദാരിൽ ഖുലൂദ് വഹുസ്നുൽ ഇസ്തിഅദാദി ലിൽ മൗതി ഖബ്ല നുസൂലിൽ മൗത്ത്. മൂന്നെണ്ണമാ പറഞ്ഞത്. ശരിക്കും നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. മനസ്സ് വിശാലമായി കിട്ടണം. നമ്മുടെ മനസ്സിപ്പോഴും സങ്കുചിത താല്പര്യങ്ങളുമായി അത് പറ്റൂല, ഇത് പറ്റൂല, അയാളെ പറ്റൂല, ഇയാളെ പറ്റൂല, നമ്മളെ തന്നെ നമുക്ക് പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ്. ലാസ്റ്റ് കുടുങ്ങിയിട്ട് ആരെയും പറ്റൂല. അതേ സമയത്ത് വൃത്തികേടുകളിലായി കഴിയുന്നവരെ മഹാന്മാര് കണ്ടാൽ അവരെന്താ ചിന്തിക്കുക? എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് പെട്ടുപോയതായിരിക്കും. നമ്മളെന്താ ചിന്തിക്കുക? എങ്ങനെയാണ് പെട്ടുപോകാൻ പാടില്ലല്ലോ, എങ്ങനെയാണ് പെടല്? അല്ല, അയാൾക്ക് എന്തെങ്കിലുമൊക്കെ കുടുങ്ങിയിട്ട് അയാൾ അങ്ങനെ ആയിപ്പോയതായിരിക്കും, അയാളൊന്ന് നന്നാക്കി അയാളെങ്ങനെ പെടല്, അങ്ങ് പെടാൻ പാടില്ലല്ലോ. നമ്മൾ അങ്ങോട്ടാ ചിന്തിക്കുക, അവരങ്ങനെയല്ല ചിന്തിക്കുക. എന്തോ ഒരു സബബ് കൊണ്ട് കുടുങ്ങിപ്പോയതായിരിക്കും, ഇയാളൊക്കെ ഒന്ന് പരിഷ്കരിച്ചെടുക്കാൻ പറ്റാതിരിക്കൂല, മനുഷ്യനല്ലേ, നല്ല ഗുണങ്ങളൊക്കെ ഉണ്ടാകും. എന്നിട്ട് ആ വൃത്തികേട് സ്വീകരിച്ച് നടക്കുന്ന ആളവർ സ്വീകരിക്കുന്നു, എന്നിട്ട് മാറ്റിത്തിരുത്തുന്നു, നന്നാക്കുന്നു, തീർത്തും നന്നാക്കും. അതിനൊന്നാമത്തെ അടയാളം അത്തജാഫി അൻദാരിൽ ഖുറൂർ, ഈ വഞ്ചനയുടെ വീട്ടിൽ നിന്ന് അകന്ന് ജീവിക്കലാണ്. എന്ന് പറഞ്ഞാൽ ദുനിയാവ് ത്വലാഖ് ചൊല്ലി പോകണം ആഖിറത്തിലേക്ക് എന്നല്ല. ദുനിയാവിന് ഒരുപാട് വഞ്ചനാമുഖങ്ങളുണ്ട്, ഒന്നിലും പെട്ടുപോകരുത് സഹോദരാ. ദുനിയാവിന് വഞ്ചനാമുഖങ്ങളില്ലേ? ഉണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ, ഭൗതിക ജീവിതം നിങ്ങളെ വഞ്ചിതരാക്കാതിരിക്കട്ടെ, ഭൗതിക ജീവിതം നിങ്ങളെ വഞ്ചനയിൽ പെടുത്താതിരിക്കട്ടെ. ഏതെങ്കിലും ആൾക്ക് ഏതെങ്കിലും അവിഹിത രൂപത്തിൽ എന്തെങ്കിലും സാമ്പത്തികമായ പുരോഗതി കാണുമ്പോഴേക്ക് എനിക്കും അങ്ങനെ കിട്ടണമെന്ന് ചിന്തിച്ചിട്ട് അവനെ പോലെ അതിൽ തലയിടാൻ പോയാൽ അവൻ കുടുങ്ങിയതുപോലെ നീയും കുടുങ്ങും, അവൻ പെട്ടതുപോലെ നീയും പെടും, അവൻ കുടുങ്ങിയതുപോലെ നീയും കുടുങ്ങും. പിന്നെ നന്നാകാൻ പറ്റൂല, പിന്നെ ആ കുടുക്കിൽ കഴിഞ്ഞിട്ട് നീ അങ്ങ് തകർന്നു പോകും. വഞ്ചനാമുഖങ്ങളിൽ പെട്ടുപോകരുത്. ദുനിയാവിന് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വളരെ വലിയ സൗകര്യവും വളരെ വലിയ ആഡംബരത്തിലൊക്കെയായി നടക്കുന്ന ശത്രുക്കളെ കാണുമ്പോൾ നബിയെ, തങ്ങൾ ദൃഷ്ടി അങ്ങോട്ട് തെറ്റിച്ചിട്ട് അവർക്കൊരുപാട് സുഖങ്ങൾ കൊടുത്തല്ലോ എന്ന് കരുതരുത്. മതാഉൻ ഖലീൽ, അത് വളരെ ചെറിയ ഒരു സുഖ. മതാഉൻ ഖലീൽ ഫലാ യഗ്റുക തഖല്ലുബുഹും ഫിൽ ബിലാദ്, സത്യനിഷേധികൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന വിപ്ലവാത്മകമായ സ്വഭാവങ്ങളും ചിന്തകളും നിന്നെ വഞ്ചനയിൽ പെടുത്തിപ്പോകരുത്. ഇതൊക്കെയാണ് സുഖം എന്ന് നിന്നെ കണ്ടു മതിച്ചു പോകരുത്.
ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത് എന്ന് നീ ചിന്തിച്ചു പോകരുത്. അത് വളരെ ചെറിയൊരു സുഖമാണ്. വലഹും അദാബുൻ അലീം, പിന്നവർക്ക് കിട്ടാനുള്ളത് വേദനിപ്പിക്കുന്ന ശിക്ഷയാണ്. ദുനിയാവിന്റെ വഞ്ചനാമുഖങ്ങളിൽ കുടുങ്ങരുത്. ദുനിയാവിന്റെ വഞ്ചനാമുഖമാണ് പലിശയെന്ന് പറയുന്ന മഹാമാരി. ചെറുതല്ലല്ലോ. അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചൊരു വിഷയമല്ലേ, സാർവത്രികമായി പടർന്നു പിടിക്കുന്ന ഒന്നാണ്. ഉദാഹരണം എമ്പാടും നിരത്താനുണ്ട്. അള്ളാഹു അത് അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ ഫഅ്ദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലി, അള്ളാഹുവിൽ നിന്നും അവന്റെ റസൂലിൽ നിന്നും യുദ്ധമുണ്ടെന്ന് നിങ്ങൾ അറിയണം. എന്താണ് ഈ ഹർബ്? അല്ലാഹു തആല നമ്മളോട് ശത്രുതാ മനോഭാവത്തിലും യുദ്ധത്തിലും അള്ളാഹു നയം സ്വീകരിക്കുന്നു എന്ന് പറയുന്ന അർത്ഥം എന്താ? അല്ലാഹു തആല വാളുകൊണ്ട് വന്നിട്ട് നമ്മുടെ പെരടി വെട്ടിയിട്ട് ഒരു ഭാഗത്തേക്ക് വലിച്ചെറിയുന്നു, അല്ലെങ്കിൽ അല്ലാഹു തആല മറ്റാരും കാണാതൊരു സൈന്യത്തെ ഇറക്കിയിട്ട് നമ്മളങ്ങോട്ട് അവരുമായിട്ട് പടപൊരുതി തോൽപ്പിക്കുന്നു? അല്ല. ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതിൻ്റെ അർത്ഥം യമൂതു അലാ സൂഇൽ ഖാത്തിമ, അന്ത്യം മോശമായിട്ട് അവൻ മരിച്ചു പോകും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആഖിബത്ത് കേടായിട്ട് മരിച്ചു പോകും. പിന്നെന്തിനായി ജീവിതമൊക്കെ? പിന്നെന്തിനായി അമലൊക്കെ? പിന്നെന്തിനാ നമ്മളെ മഹബത്തൊക്കെ? സ്വകാര്യമായിട്ട് നാട്ടാരും അറിയാതെ, ഭക്ഷണം കൊടുത്ത് തീറ്റിപ്പോറ്റുന്ന ഭാര്യ മക്കൾ അറിയാതെ, ഇഷ്ടം പോലെ പലിശക്ക് വാങ്ങിയിട്ട് അതിൻ്റെ സുഖത്തിലൂടെ നയിക്കുന്ന, അതിൻ്റെ സുഖത്തിൽ കയറിയിട്ട് വിരാജിക്കുന്ന ഒരു ചെറിയ സ്വഭാവം പോലും നമുക്കുണ്ടാകരുത്. പെട്ടുപോയവർ മാപ്പപേക്ഷിച്ച് തൗബ ചെയ്ത് മടങ്ങിയേക്കണം. ദുന്യാവിൻ്റെ വഞ്ചനാമുഖങ്ങൾ ഒന്നാണോ ഉള്ളത്? എത്രണ്ണമുണ്ട്? ചെറിയൊരു വഞ്ചന പോലും അനുവദിക്കാത്ത നേതാവല്ലേ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീന മാർക്കറ്റിലൂടെ തങ്ങൾ നടക്കുമ്പോൾ ഗോതമ്പ് വിൽപ്പനക്ക് വെച്ച സ്വഹാബിയുടെ ഗോതമ്പ് ചാക്കിൻ്റെ ഉള്ളിലേക്ക് തങ്ങൾ കൈയിട്ടു. ഉള്ളിൽ നിന്ന് കൈയൂരിയപ്പോൾ മുഴുവൻ ഭാഗവും നനഞ്ഞിരിക്കുന്നു. എന്താണ് ഈ നനവ് എന്ന് ചോദിച്ചു. ഇന്നലെ പെയ്ത മഴക്ക് നനഞ്ഞു പോയതാണെന്ന് പറഞ്ഞു. എന്താ മുകളിൽ നനവ് കാണാത്തതെന്ന് ചോദിച്ചു. ആ നനഞ്ഞത് മുഴുവനും നനവോടുകൂടി ഇട്ടേക്കുക, ജനങ്ങളോട് കാരണം പറഞ്ഞേക്കുക, സിദ്ഖെന്ന് മനസ്സിലാക്കിയിട്ട് വാങ്ങേണ്ടത് ആളുകൾ വാങ്ങിപ്പോകൂലേ? എന്തിനിങ്ങനെ മറച്ചു വെക്കണം? നമ്മൾ ആലോചിക്കുമ്പോൾ സഹോദരങ്ങളെ എത്രമാത്രമുണ്ട്. കണ്ടില്ലേ നിങ്ങൾ, നല്ല ടേസ്റ്റുള്ള നല്ല രുചിയുള്ള വിഭവങ്ങൾ തയ്യാറാക്കുന്നതിൽ എത്രയാണ് വിഷാംശങ്ങൾ പിടികൂടപ്പെടുന്നത്. മനുഷ്യൻ്റെ മസ്തിഷ്കവും അവൻ്റെ ചോരയും അവൻ്റെ മാംസവും അവൻ്റെ ലിവറും അവൻ്റെ കരളുമൊക്കെ വീക്കാകുന്ന തരത്തിൽ വിഷാംശങ്ങൾ ചേർത്തിട്ട് ടേസ്റ്റ് കൊഴുപ്പിച്ചിട്ട് വലിയ വലിയ സംഖ്യക്ക് വിൽക്കുമ്പോൾ ഈ വിൽപ്പനക്കാരൻ ഈ വിഷയത്തിൽ ഉൾപ്പെടുന്നില്ലേ? ഒരു ദിവസം 10, 20, 40 ലക്ഷങ്ങൾ അവൻ കൊയ്തെടുക്കുന്നത് വഞ്ചനാമുഖത്തിലൂടെയല്ലേ? ചിന്തിച്ചു നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ കാര്യങ്ങളും വിഷയങ്ങളും നമ്മൾ ഉൾക്കൊണ്ടേണ്ടതല്ലേ? അതുകൊണ്ട് ദുനിയാവിൻ്റെ ചതിയുടെ മുഖങ്ങളിൽ പെടരുത് സഹോദരങ്ങളെ. ലോട്ടറി വല്ലാത്തൊരു ചതിയാണ്. ലോട്ടറി വല്ലാത്തൊരു ചതിയാണ്. ഒരൊറ്റ മുസ്ലിമും അതിലേക്ക് കൈനീട്ടരുത്. ഭാഗ്യം പരീക്ഷിക്കാൻ എന്ന അർത്ഥത്തിൽ പോലും വാങ്ങിപ്പോകരുത്. കൂട്ടുകാരുടെ കൂട്ടം കൂടിയിട്ട് അവരെ കൂട്ടത്തിൽ പോലും ഒന്ന് നറുക്കെടുക്കരുത്. അഥവാ ആർക്കെങ്കിലും അങ്ങനെ അടിച്ചിട്ടതിൻ്റെ കഥ പറഞ്ഞ് ബാക്കിയുള്ളവരെ പറ്റിക്കരുത്. നഊദുബില്ലാഹ്. പഴയകാലത്തുണ്ടായതിൻ്റെ പുതിയ പതിപ്പാണിത് എന്ന് മനസ്സിലാക്കണം. ഇത് വേറെ ഒന്നാണെന്ന് ചിന്തിക്കരുത്. പുതിയ പതിപ്പാണ്. മുൻഗാമികളിലും ഇതുണ്ടായിട്ടുണ്ട്. ഖുർആൻ അതല്ലേ അത് കടുത്ത ഭാഷയിൽ അത് വിരോധിക്കാൻ വർജിക്കാൻ പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, മദ്യപാനവും അതുപോലെ തന്നെ ചൂതാട്ടവും അതുപോലെ തന്നെ പന്തയവും അതുപോലെ തന്നെ ലക്ഷണം നോക്കുന്ന നാട്ടകൾ സ്ഥാപിക്കലും റിജ്സും മിൻ അമലി ശൈത്വാൻ, പിശാചിന്റെ പ്രവണതകളിൽ പെട്ടതാണ്. ഫജ്തനിബൂഹു, നിങ്ങളത് വർജിക്കണേ. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കുന്നവരാകാൻ വേണ്ടി.
അല്ലാഹു തആല നമ്മളോട് ഇത് ഉണർത്തുമ്പോ നിങ്ങൾ നോക്ക്, ഹലാലായ സമ്പത്ത് അതെത്ര വർദ്ധിപ്പിച്ചാലും വികസിപ്പിച്ചാലും ഇസ്ലാം അതിന് എതിരല്ല. അതേ സമയത്ത് ദുനിയാവിന് ഒരുപാട് വഞ്ചനാമുഖങ്ങളുണ്ട്. അതൊക്കെ നമ്മുടെ നേർക്ക് നോക്കിയിട്ട് നല്ല സീനത്തോടെ നല്ല ചൊറുക്കോടെ നിൽക്കും. അതിൽ പെട്ടുപോകുന്നവൻ കുടുങ്ങിയവനാണ്, പെടാത്ത പോകുന്നവനോ മനസ്സ് നന്നാക്കിയവനാണ്, അകന്ന് 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 കഴിയുന്നവനാണ്. അറിയാഞ്ഞിട്ടല്ല, പെരുപ്പിക്കാൻ കിട്ടുമെന്ന് തോന്നാഞ്ഞിട്ടല്ല, പക്ഷേ അത് വഞ്ചനയാണെന്ന് കരുതിയിട്ട് മാറി നിൽക്കുകയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ടല്ലേ വഞ്ചനയുടെ മുഖങ്ങൾ മുഴുവനും അടച്ചത്. പഴയ കാലത്തുള്ള ലോട്ടറി എങ്ങനെയാണെന്ന് അറിയാം. അന്നൊരാട് ഒരു ഒട്ടകത്തെ വാങ്ങും. ഒട്ടകത്തെ വാങ്ങിയിട്ട് നറുക്കിടുമ്പോൾ എല്ലാവരിൽ നിന്നും ഒരേ കാശ് വാങ്ങും. ഇന്ന് വാങ്ങുന്ന കാശെല്ലായിരുന്നു 10 രൂപ തന്നെയാണല്ലോ. ഒരേ കാശ് വാങ്ങും. 10 ദിർഹം എല്ലാവരും വാങ്ങും. പക്ഷെ പിന്നെ നറുക്കിടും. വാഹിദ് ഇസ്നൈൻ സലാസ അർബ എന്നിട്ട് ഇങ്ങനെ നറുക്കിടും. വാഹിദ് എന്ന് അടിക്കുന്ന ആൾക്ക്, അത് കിട്ടുന്ന ആൾക്ക്, അയാൾ കൊടുത്ത് 10 രൂപ കേട്ടോ, 10 ദിർഹമാണ്. വാഹിദ് എന്ന് കിട്ടുന്ന ആൾക്ക് ആ ഒട്ടകത്തിന്റെ ഏകദേശം ഒരു 50 അല്ലെങ്കിൽ ഒരു 75 കിലോ ഇറച്ചി അയാൾ കൊണ്ടുപോകാം. ലോട്ടറി അത്. 2ാം നമ്പർ കിട്ടുന്ന ആൾക്ക് അത്ര കിട്ടൂല, കുറച്ചുകൂടി ഇങ്ങോട്ട് കുറയും, ഒരു 50 കിലോ. പിന്നെ 3ാമനോ അത് കുറച്ചുകൂടി കുറയും, ഒരു 30 ആവും. പിന്നെ 4ാമനോ അങ്ങനെ കുറച്ച് വരും. ലാസ്റ്റ് കിട്ടുന്ന ആൾക്ക് എല്ലൊക്കെ കൂടി വാരിക്കുട്ടിനെ കൊണ്ടുപോവാം. ഇതിന്റെ സ്വഭാവം ഒന്ന് മാറിയെന്നല്ലേ ഉള്ളൂ, രൂപഭാവങ്ങളൊന്നും മാറിയെന്നല്ലേ ഉള്ളൂ, ചെറിയൊരു ചേഞ്ച് ഉണ്ടെന്നല്ലേ ഉള്ളൂ. സംഗതി ഒന്ന് തന്നെയാണ്. എത്ര ആളുകളാണെന്നറിയോ ഉസ്താദേ ദീനിനൊക്കെ സഹകരിക്കാൻ, സംഭാവനയൊക്കെ തരാൻ, മജ്ലിസിനൊക്കെ ഹൈറായി തരാൻ, ജമാഅത്തിനൊക്കെ വാങ്ങൊടുക്കുമ്പോഴത്തിനെത്താൻ ആളുകൾ റെഡിയാണ് ഉസ്താദേ. പക്ഷെ ഒറ്റ കുഴപ്പമുള്ളൂ, പലിശല്ലാതെ രാവ് പകല് മുന്നോട്ട് നീങ്ങാൻ കഴിയൂല അവർക്ക്. സഹോദരങ്ങളെ, അവിടെയാ ദുനിയാവിൻ്റെ ചതിയിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത്, അവിടെയാ നമ്മൾ സൂക്ഷിക്കേണ്ടത്. എനിക്ക് ഇനി മക്കളാരെയും ഒരു സ്വത്തും വേണ്ട, മക്കളാരുടെയും ഒരു വരുമാനവും വേണ്ട. കിട്ടുന്നത് മുഴുവനും അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കുമിഞ്ഞുകൂടുന്ന പലിശ എടുത്ത് അതുകൊണ്ട് സാധാരണ ജീവിതത്തിലെ ഗുളികയും മരുന്നും ചായയും മറ്റൊക്കെ കഴിച്ച് വസ്ത്രങ്ങളൊക്കെ വാങ്ങിയിട്ട് യാത്രക്കുള്ള കൂലി ഒപ്പിച്ച് അങ്ങനെ നീങ്ങിയാ മതി. മഹാദുരന്തമാണ്. പെട്ടുപോകണ്ട, കുടുങ്ങിപ്പോകണ്ട. മിച്ചം വന്നതങ്ങനെ നിക്ഷേപിച്ചിട്ട് പെരുപ്പിക്കുന്നവരും ഉണ്ട്. എന്നാൽ ആ പെരുപ്പിക്കുന്നത് കൊണ്ട് അല്ലാഹു തആല വല്ല ബറക്കത്തും തരുമോ? ഇല്ല. അതുകൊണ്ടൊരു ബറക്കത്തുണ്ടാകൂല. യംഹഖുല്ലാഹു റിബാ, അല്ലാഹു തആല പലിശ എന്നത് മുഴുവൻ ബറക്കത്തിനെയും മായ്ച്ചു കളയും. യംഹഖുല്ലാഹു റിബാ, അല്ലാഹു റിബയെ മായ്ച്ചു കളയും എന്നതിന്റെ അർത്ഥം റിബ മൂലം ആർക്കെങ്കിലും ഒരു ബറക്കത്ത് അല്ലാഹു കൊടുക്കുമോ? കൊടുക്കൂല. വയുർബിസ് സ്വദഖാത്ത്, അവനവന്റെ ഭാര്യ മക്കൾക്ക് കൊടുക്കുന്നത് ഹലാലായ നല്ല ധർമ്മങ്ങളാണോ പുരോഗതിപ്പെടുത്തി തരും, വളർത്തിത്തരും, വികസിപ്പിച്ചു തരും. വഞ്ചനാപരമായിട്ടുണ്ടാക്കുന്ന സ്വത്തുകൾ, വഞ്ചനാപരമായിട്ടുണ്ടാക്കുന്ന സമീപനങ്ങൾ മാറി നിൽക്കണം. അത്തജാഫി അൻദാരിൽ ഗുറൂർ, ബാപ്പ മരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പള്ളിയിലേക്ക് 5 സെന്റ് കൊടുക്കണമെന്ന് മക്കളോട് വസിയത്ത് ചെയ്തു. ഏക്കറക്കണക്കിന് സ്വത്തുള്ള ബാപ്പാന്റെ സ്വത്ത് വീതിക്കുമ്പോ മക്കൾ തമ്മിൽ കശപിശ കൂടിയിട്ട് ഒരൊറ്റ പള്ളിക്കും കൊടുക്കണ്ടാന്ന് അവസാനം ഇത്തിഫാക്കായിട്ട് അവരത് ഓരിവെക്കുമ്പോ വലിയ ചതിയിലല്ലേ പെട്ടുപോകുന്നത്, വലിയ വഞ്ചനയിലല്ലേ കുടുങ്ങിപ്പോകുന്നത്. എത്ര ആളുകളാ അങ്ങനെ പെട്ടുപോകുന്നത്. അല്ലെങ്കിൽ ഇഷ്ടം പോലെ ബാപ്പാന്റെ സ്വത്തിൽ നിന്ന് 2% സ്വത്ത് എനിക്ക് കിട്ടണമെന്ന വാശിയില് സ്വത്ത് വിഹിതം വെക്കാതെ കിടക്കുന്ന സ്വത്തത്രയുണ്ട്. വഞ്ചനയല്ലേ അതിന്റെ കാരണം, ചതിയല്ലേ അതിന്റെ വിഷയം. എല്ലാവർക്കും ഒരുപോലെ ഓഹരി വെച്ചെങ്കിലേ ഞാൻ അതിൽ ഒപ്പിടുള്ളൂ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവർ എത്രയുണ്ട്. ചതിയല്ലേ ഇതിന്റെ കാരണം. ആണിനും പെണ്ണിനും ഓരോ ഓരിയ. അതെങ്ങനെ വരുന്നത്? ലിദ്ദക്കരി മിസ്ലു ഹല്ലിൽ ഉൻസയൈൻ എന്ന് ഖുർആൻ എത്ര തവണ അള്ളാഹ് ഏറി പറഞ്ഞത്. അപ്പൊ ഒരാൾ ശാഠ്യം പിടിക്കുകയാണ്, അത് പറ്റൂല.
ബാപ്പാനെയും ബാപ്പയും എല്ലാവർക്കും ഓരോന്നല്ലേ, മാറ്റല്ലല്ലോ. അതുകൊണ്ട് സ്വത്ത് വീതം വെക്കുന്നിടത്ത് ആണോരി പെണ്ണോരി ഒന്നുമില്ല. അപ്പൊ അല്ലാഹുത്തആല നിയമങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് ഇവനെ കുറച്ച് പറ്റിച്ച് കുറച്ച് സ്വത്തോന്റെ കൈക്കലാക്കണം. അവിടെ കുടുങ്ങരുത്. നമ്മൾ ഹക്കായ മാർഗത്തിൽ അടിയുറച്ച് നിൽക്കാനുള്ള കഴിവ് വേണം. അതിനാ നമുക്കവിടെ ഇഖ്ലാസ് വേണ്ടത്. അവിടെ നമ്മൾ പെട്ടുപോകരുത്. കിട്ടുന്നതല്ലേ പോന്നോട്ടെ എന്ന് ചിന്തിക്കരുത്. ഹക്കല്ലാത്ത വകുപ്പിൽപ്പെട്ട ഒന്നിലും നമ്മൾ കയ്യൊപ്പ് ചാർത്തരുത്. ആ വിഷയങ്ങൾ മാത്രം എണ്ണി പറയുകയാണെങ്കിൽ എത്രയുണ്ട്. കുറ്റം ചെയ്തവർ കുറ്റത്തിന് ശിക്ഷിക്കപ്പെടേണ്ടതിനു പകരം നല്ലവരാക്കി ചിത്രീകരിച്ചിട്ട് അവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഇഷ്ടം പോലെ സാക്ഷികളെ വിട്ടേക്കാൻ ഒപ്പിട്ട് കൊടുത്തതിൻ്റെ പേരിൽ 10,000 20,000 കൈക്കലാക്കുന്ന ആളുകൾ എത്രയുണ്ട്. അതുകൊണ്ടാണ് ആ വിഷയം പറഞ്ഞപ്പോ 3 വട്ടം നബി തങ്ങൾ ആവർത്തിച്ചു പറഞ്ഞത്, അലാ വശഹാദത്തുസ്സൂർ, അലാ വശഹാദത്തുസ്സൂർ, അലാ വശഹാദത്തുസ്സൂർ. അറിയണേ, കള്ളസാക്ഷിത്വം. 4 ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട്, അത് ഭരിക്കുന്നവരാകട്ടെ ഭരിക്കാത്തവരാകട്ടെ, ഒരു പാവപ്പെട്ടവന് വീട് പാസായി, അയാൾക്കത് വാങ്ങാനോ യോജിക്കുന്ന നല്ല നിലപാടില്ല, ആരോഗ്യം കുറവാണ്, കണ്ണിന്റെ കാഴ്ച കുറവാണ്, പക്ഷേ വാങ്ങിയിട്ട് കൊണ്ടുപോകാൻ മറ്റു മക്കളാരുമില്ല. അപ്പൊ ഉള്ളവരൊക്കെ കൂടിയിട്ട് 4 ആളുകൾ എന്ത് തീരുമാനിച്ചു എന്നറിയോ? അയാളെ കൊണ്ട് ഗഡുക്കളാക്കി ഇതിന്റെ ഒപ്പിടിച്ചിട്ട് അവർക്ക് 4 ആൾക്കും കിട്ടുന്ന സ്വത്തൊന്ന് വിഹിതം വെച്ചെടുക്കാൻ. 2-3 വർഷങ്ങൾ കഴിഞ്ഞ് ഇതിനൊരു അന്വേഷണ കമ്മീഷൻ വന്നപ്പോഴാ വിവരം പുറത്തു പറയുന്നത്, ആ സാധു ഇന്നും താമസിക്കുന്നത് ചോർന്നൊലിക്കുന്ന വീട്ടിലാണ്. 4 ലക്ഷമോ അതിലധികമോ പാസ്സാക്കിയത് ആളുകൾ കീശയിലാക്കിയിട്ട് അവരിന്നും സുന്ദരമായി ജീവിക്കുന്നു. ഘട്ടം ഘട്ടമായി കൊടുത്തതിനോ ഒപ്പവിടെ ചാർത്തപ്പെട്ടിട്ടുണ്ട്. എന്തെല്ലാം വഞ്ചനകളാന്നാ നിങ്ങൾ കരുതിയത്? നമ്മൾ മനസ്സിലാക്കിയത് ഏതെല്ലാം ലെവലിലാന്നാ? വെറുതെയാണോ ഈ അടയാളം പറഞ്ഞത്? ഇതൊന്നുമില്ലാതെ അവനാന്റെ ഹലാലായ പണിയെടുത്ത് ഒരാളുടെയും വഞ്ചന സ്വീകരിക്കാതെ തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവനാന്റെ ഏലും മാലുമായിട്ട് പോയിട്ട് നിസ്കാരം കാര്യങ്ങളായി പോകണം നല്ല മനുഷ്യന്മാരില്ലേ? ഓല് മുത്തുമൂമിനിങ്ങളാണ്, ഓൽക്ക് നല്ല പ്രതീക്ഷിക്കാം. കാരണം വഞ്ചനന്റെ പേര് വേറെ ആൾ പിടുങ്ങിയതോ വേറെ ആൾക്ക് കൊടുക്കാനോ അവർക്ക് ദുനിയാവിലോ ആഖിറത്തിലോ ഒരു കണക്കുമില്ല. അകന്ന് ജീവിച്ചവരാണ്. അത്തജാഫിയൻ ദാരിൽ ഗുറൂർ. ഈ അകൽച്ചയാണ് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രണ്ടുപേരും സ്വീകരിച്ചത്. റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്ത ശേഷം പൊതുഖജനാവിന്റെ കീഴിൽ, പൊതുസ്വത്തിന്റെ കീഴിൽ ജനങ്ങൾക്കൊക്കെ വസ്ത്രവിതരണം നടത്തി. എല്ലാവർക്കും 1.5 മീറ്റർ 2 മീറ്റർ വീതിച്ചു കൊടുത്തു, മദീനക്കാർക്കൊക്കെ. പിറ്റത്തെ വെള്ളിയാഴ്ച ഉമർ റളിയല്ലാഹു അൻഹു ഖുതുബ ഓതാൻ മിമ്പറിൽ കയറിയപ്പോ ആ കിട്ടിയ 2 മീറ്ററിനേക്കാൾ അധികം കുപ്പായത്തിന് വലുപ്പം കണ്ടപ്പോ കൂട്ടത്തിൽ നിന്നൊരു സ്വഹാബി എണീറ്റ് ചോദിച്ചു, അല്ല അമീറുൽ മുഅ്മിനീൻ, നിങ്ങളെ ഖുതുബ ഒന്നും ഞങ്ങളെ കാതിലേക്ക് തന്നെ കടക്കുന്നില്ല, ഒരു കാര്യം പറയണം, കുപ്പായത്തിന്റെ നീളം എങ്ങനെ കൂടിയത്? ഞങ്ങൾക്കൊക്കെ വിഹിതം വെച്ച അതേ ഒരു കണക്കാണ്, അതേ ഒരു ലിമിറ്റാണ് ഖലീഫയായി നിങ്ങളും എടുത്തെങ്കിൽ ഇത്ര നീളം കൂടാൻ ഒരു ചാൻസും ഇല്ല, എങ്ങനെ നീളം കൂടിയതെന്ന് പറയണം. വെള്ളിയാഴ്ച പള്ളി മിമ്പറിൽ ഖുതുബ ഓതുന്ന അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോടാണ് അനുയായികളുടെ ചോദ്യം. ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ട്രഷറി മുഴുവനും കാലിയാക്കിയിട്ട് പൊതുസ്വത്ത് മുഴുവനും അവനാന്റെ അക്കൗണ്ടിലേക്ക് തുന്നിച്ചേർത്തിട്ട് ആരെങ്കിലൊക്കെ പിടിക്കാമെന്ന കയറ് നോക്കിയിരിക്കുന്ന ഏമാന്മാർക്ക് എന്തധികാരം അവിടെ ഉള്ളത്? കോടിക്കണക്കിന് കൈക്കലാക്കിയിട്ട്, പൊതുസ്വത്ത് കൈക്കലാക്കിയിട്ട് അന്വേഷണത്തിന് ആളുകൾ വന്നാൽ തീയിൽ ചാടി മരിക്കാനൊരുങ്ങുന്നവർക്ക് എന്ത് ഗുണമാ അവർ ജനങ്ങൾക്ക് ചെയ്തിട്ടുള്ളത്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവോട് ചോദിക്കുന്നു, നിങ്ങൾ പറയണം, കൃത്യമായി പറയണം. ഉമർ റളിയല്ലാഹു അൻഹു സദസ്സിലേക്ക് ഇങ്ങനെ നോക്കുന്നു, മദീനത്തെ പള്ളിയുടെ ഉള്ളിലേക്ക് നോക്കുന്നു. എവിടെയാണ് മകൻ അബ്ദുല്ലാഹി ഉള്ളത് എന്നാ നോക്കുന്നത്. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു കണ്ടപ്പോ, മോനെ അബ്ദുല്ലാ ഒന്ന് എണീറ്റേ, എഴുന്നേൽക്കു മോനെ, അവർക്കൊന്ന് വിവരം പറഞ്ഞു കൊടുക്കൂ മോനെ. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കും എൻ്റെ വാപ്പക്കും 2 പേർക്കും കിട്ടിയത് ഒരുപോലെ അളവാണ്, നിങ്ങൾക്ക് കിട്ടിയതുപോലെ തന്നെ ഞങ്ങൾക്കും കിട്ടിയിട്ടുള്ളൂ.
പക്ഷേ എൻ്റെ ഓഹരി കൂടി ഞാൻ എൻ്റെ ബാപ്പക്കങ്ങ് കൊടുത്തുപോയതാണ്. അതും കൂട്ടിയിട്ടാണ് കുപ്പായത്തിന് നീളം കൂടിയത്. ബാപ്പാന്റെ അവകാശത്തിനപ്പുറം ഒരിഞ്ച് പോലും ബാപ്പ എടുത്തിട്ടില്ല. ഖലീഫ എന്ന മേൽവിലാസത്തിൽ എടുത്തിട്ടില്ല. കേട്ട സ്വഹാബിമാര് പറഞ്ഞു, ഇനി ഖുതുബോദിക്കോളൂ, അത് കാതിലേക്കും കൽബിലേക്കും കടക്കും. ആ ഖുതുബിന് ഞങ്ങൾ ശരിക്ക് ഹൃദയസ്ഥ ഞങ്ങൾ കാണാതെ പഠിക്കും. ഇന്ന് നിങ്ങൾ പറയുന്നത് ഇന്ന് തന്നെ ചെയ്യും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ഭരണാധികാരിയുടെ സ്റ്റാറ്റസ് എത്ര വലുതാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലേ ജാഹിലിയ കാലഘട്ടത്തിൽ ജ്യോതിശാസ്ത്രം അറിയാതെ ജ്യോത്സ്യപ്പണി എടുത്ത അവിടുത്തെ അടിമ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പാല് കൊണ്ടുവന്ന് കുടിപ്പിച്ചപ്പോ പാലിന് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. എവിടുന്നാ പാല് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, കുന്തു തഖന്തു ഫിൽ ജാഹിലിയത്തി തഖന്തു ഫിൽ ജാഹിലിയത്തി വമാ ഉസ്സിനുൽ കഹാന. എനിക്ക് ജ്യോതിശാസ്ത്രം അറിയൂല. ജാഹിലിയ കാലഘട്ടത്തിൽ ഞാൻ അങ്ങനെ ഒരു ഏർപ്പാട് ചെയ്തിരുന്നു. അറിയാത്ത പണിക്ക് ഞാൻ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചിരുന്നു എന്നർത്ഥം. എന്നിട്ട് അന്ന് ചെയ്തൊരു വേലക്ക് ഇന്ന് കൂലി കിട്ടിയപ്പോ ആ കൂലിക്ക് പാലും വാങ്ങിക്കൊണ്ട് വന്ന് കാച്ചി തന്നതാണ്. അവിടുന്ന് അതാ തൻ്റെ അണ്ണാക്കിലേക്ക് വിരലങ്ങ് കയറ്റിപ്പോയി. ഛർദിച്ചു ഛർദിച്ചു ഛർദിച്ചു, രക്തത്തിന്റെ പാട് വരുന്നത് വരെ ഛർദിയായി പോയി. കാരണം അങ്ങനത്തെ ഒരു ചതിയിൽ ഈ ശരീരം പെട്ടിട്ട് കാര്യമില്ല. ആഖിറത്തിൽ രക്ഷപ്പെടാൻ പറ്റൂല. ദുനിയാവിൽ ഞാൻ ഇങ്ങനൊക്കെ ജീവിച്ചു പോയേക്കും, ആഖിറത്തിൽ കുടുങ്ങിപ്പോകുന്നതല്ലേ. അതുകൊണ്ട് അത്തജാഫി അൻദാരിൽ ഖുറൂർ, മാനസിക വിശാലത വേണോ? മുത്തുനബി തങ്ങൾ ആഖിറത്തെ വിശാലമായി കണ്ട മനസ്സ് നമുക്കും വേണോ? വഞ്ചനയുടെ വീട്ടിൽ നിന്ന് അകന്ന് ജീവിക്കണം. വൽ ഇനാബത്തു ഇലാ ദാരിൽ ഖുലൂദ്, ശാശ്വതമായ വീട്ടിലേക്ക് മടങ്ങി പോകണമെന്ന ബോധം വേണം. എന്നും ശാശ്വതമായ വീട്ടിലേക്ക് പോകാൻ മടങ്ങി പോകണമെന്ന ചിന്ത വേണം. അത് ഇന്നാകാം നാളെയാകാം. വഹ്സുനുൽ ഇസ്തിദാദി ലിൽ മൗതി, മരണത്തിന് വേണ്ടി നല്ല മുന്നൊരുക്കം നടത്തണം. ഖബ്ല നുസൂലിൽ മൗത്ത്, മരണം വന്നെത്തുന്നതിന്റെ മുമ്പ് മരണത്തിന് വേണ്ടി മുന്നൊരുക്കം നടത്തണം. മരണം വന്നെത്തുന്നതിന്റെ 30 കൊല്ലം മുമ്പ് മുന്നൊരുക്കം നടത്തി തുടങ്ങിയില്ലേ ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ. 30 കൊല്ലം മുമ്പ് ഒരുക്കം തുടങ്ങി. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവേ ഞാൻ 30 കൊല്ലമായി നോമ്പ് നോറ്റ് സുന്നത്ത് നോമ്പ് നോറ്റ് ദായിമാക്കി പോരുന്നത്. നിന്നോട് ഞാനൊരു ചോദ്യം ചോദിക്കുന്നുണ്ടല്ലോ. നോമ്പുകാരിയായിട്ട് എന്നെ മൗത്താക്കാനല്ലേ ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ചോദ്യം നീ കബൂലാക്കണേ അല്ലാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണത്തിന് വേണ്ടി മുന്നൊരുക്കം നടത്തിപ്പോയി. എപ്പോഴും അവിടുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അല്ലാഹുമ്മ ർസുഖ്നി ശഹാദതൻ ഫീ സബീലിക വജഅൽ മൗതി ഫീ ബലദി റസൂലിക. അല്ലാഹുവേ നീ എനിക്ക് നിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം തരണം. അതേ നിന്റെ റസൂലിന്റെ നാട്ടിൽ എന്നെ മൗത്താക്കണം. മക്കത്തെന്നെ മൗത്താക്കരുത്, ബൈത്തുൽ മഖ്ദിസിൽ എന്നെ മൗത്താക്കരുത്, മദീനയിൽ എനിക്ക് മൗത്ത് നൽകണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുകയാണ്. മരണം മുന്നിൽ കണ്ട നിമിഷം ഭാര്യ മക്കളുടെ സുഖൈശ്വര്യങ്ങളും ക്ഷേമൈശ്വര്യങ്ങളും പകർത്തുന്നതിന് പകരം മറ്റു വിഷയങ്ങളൊക്കെ പകർന്നു കൊടുക്കുന്നതിന് പകരം സുബ്ഹ് നിസ്കാരത്തിൽ കുത്തേറ്റ് വീട്ടിൽ കൊണ്ടുപോയി കിടത്തിയ മഹാൻ മകൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു വിളിച്ചു ചോദിക്കുന്നത്, മോനെ അബ്ദുല്ലാ, ആദ്യം ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? ഞാൻ ജമാഅത്ത് നിസ്കാരത്തിൽ ഇമാമായി നിസ്കരിക്കുമ്പോഴാണല്ലോ കുത്തുകൊണ്ടത്.
ജമാഅത്ത് നിങ്ങൾ എന്ത് ചെയ്തു? കാരണം ഇമാമത്തിന്റെ ഉത്തരവാദിത്വം എനിക്കാണല്ലോ. അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾ പറയുന്നത്, ഇല്ല ബാപ്പാ, ഞങ്ങൾ ജമാഅത്ത് ഒഴിവാക്കിയിട്ടൊന്നുമില്ല. ബാക്കിലെ സൊഫിൽ നിൽക്കുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മുന്നോട്ട് നിന്ന് ജമാഅത്ത് പൂർത്തീകരിച്ചു. അൽഹംദുലില്ലാഹ്. മോനെ, മരണത്തിന്റെ മുന്നോടിയായി ബാപ്പക്കൊരാഗ്രഹമുണ്ട്. തയ്യാറെടുപ്പാണ് ഈ നടത്തുന്നത്. നീ വേഗം പോകണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് ചെല്ലണം. ചെന്നിട്ട് നീ പറയണം, നബി തങ്ങളുടെ ചാരത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഇപ്പുറത്ത് കുറച്ച് സ്ഥലമുണ്ടല്ലോ, അതൊന്ന് എനിക്ക് തരുമോ? എന്റെ ജനാസ അവിടെ അടക്കം ചെയ്യാൻ വേണ്ടിയാണ് തയ്യാറെടുപ്പാ നടത്തുന്നത്. മരണം വന്നതിന് മുമ്പുള്ള മുന്നൊരുക്കമാണ്. ആയിഷ റളിയല്ലാഹു അൻഹയോട് പോയിട്ട് മകൻ ചോദിക്കുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മറുപടി, കുന്തു ഇദ്ദുഹാ ലിനഫ്സി, ഞാനത് എനിക്ക് വേണ്ടി കരുതി വെച്ച സ്ഥലമായിരുന്നു. പക്ഷേ എന്നെക്കാളും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല വിഷയത്തിലും പരിഗണിക്കുന്നത് നിങ്ങളെ ഉപ്പയല്ലേ. അതുകൊണ്ട് മുത്തുനബി തങ്ങളെ പരിഗണന ഞാൻ കാണാതിരിക്കാൻ പറ്റൂലല്ലോ. നബി തങ്ങൾ കൊടുത്ത സ്നേഹം എനിക്ക് പരിഗണിക്കാതിരിക്കാൻ കഴിയൂലല്ലോ. നിങ്ങളെ ഉപ്പാക്ക് ഞാനത് തന്നിരിക്കുന്നു. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു വന്ന് വിവരം പറഞ്ഞപ്പോ മനസ്സിൽ വന്നൊരു സന്തോഷം എത്ര വലുതാ. മുന്നൊരുക്കം നടത്തിപ്പോയി, റെഡിയായി പോയി. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, ആ സമ്മതം കൊണ്ട് മതിയാക്കരുത്. എന്നെ കുളിപ്പിച്ച് എന്റെ നിസ്കാരം നിർവഹിച്ച് നിങ്ങൾ അവിടുത്തെ വാതിൽക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് എന്നെ കടത്തുന്നതിന്റെ മുമ്പ് ഒന്നുകൂടി ബീവിയോട് സമ്മതം ചോദിക്കണം. രണ്ടാമതും സമ്മതം തന്നാൽ എന്നെ അവിടെ കിടത്തണം, അല്ലെങ്കിൽ ജന്നത്തുൽ ബഖീയിലേക്ക് മടക്കണം. പൂർണ്ണ തൃപ്തി എനിക്ക് വേണം. ബീവിയെ പ്രകോപിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ പാടില്ലല്ലോ. അങ്ങനെ തന്നെ അവർ സമ്മതം ചോദിച്ചപ്പോ സമ്മതം കൊടുത്തു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ സ്ഥാനം കിട്ടി. ജീവിതം അവർ കറക്കിയിരുന്നത് പൊട്ടിപ്പെടുത്താൻ വേണ്ടി മാത്രമല്ല, മരണത്തിനുള്ള തയ്യാറെടുപ്പിനാണ്. അതുകൊണ്ട് മരിക്കണം. മരിക്കുന്നതിന്റെ മുമ്പ്, മരണത്തിന്റെ മുമ്പ് മുന്നൊരുക്ക പ്രവർത്തനങ്ങളൊക്കെ നടത്തണം. അങ്ങനെ നടത്തി മുന്നോട്ട് നീങ്ങുന്ന മനുഷ്യൻ അവൻ ശറഹു സ്വദ്ർ ലഭിച്ചവനാണ്, മാനസിക വിശാലത കിട്ടിയവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും മനസ്സ് വിശാലമാക്കി തരട്ടെ, നന്മയിലേക്ക് കൂടുതൽ പ്രചോദനപ്പെടുത്തി തരട്ടെ. ഏറ്റവും നല്ല മനസ്സിന്റെ വിശാലത കിട്ടുന്ന ആളുകൾക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്ത് കാമിലായ രൂപത്തിൽ കിട്ടും. ആ മഹബത്തിന്റെ കമാലിയത്തിന്റെ അർത്ഥം എന്താണെന്നറിയോ? അതുകൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്ത് അത് മനസ്സിലേക്ക് അങ്ങോട്ട് പിടിച്ച് ശരീരത്തിലേക്ക് വന്നിട്ട് അതിൻ്റെ പാരമ്യതയിലെത്തിയാൽ, അതിൻ്റെ ഏറ്റവും പൂർണ്ണ തലത്തിലെത്തിയാൽ ആ മനുഷ്യന് ഉണ്ടാകുന്ന സ്വഭാവം എന്താണെന്നറിയോ നിങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, മുആദേ, നിങ്ങളുടെ മനസ്സിൻ്റെ അവസ്ഥ എന്താ? നബിയെ, ഞാൻ തങ്ങളെ സ്നേഹിക്കുന്നു, ഇന്നി ഉഹിബ്ബുക്, ഞാൻ തങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. മുആദ്, നിങ്ങൾ തുറന്നു പറയണം, ഞാൻ അങ്ങേ ഇഷ്ടപ്പെടുന്നു നബിയെ, ഹുബ്ബ് വെക്കുന്നു. ആ ഹുബ്ബ് മാറ്റാൻ കഴിയൂല, ഞാൻ അങ്ങേ ഹുബ്ബ് വെക്കുന്നു. അപ്പൊ തങ്ങൾ പറഞ്ഞൊരു മറുപടി, ഇൻ കുന്ത തുഹിബ്ബുനി ഫഅഇദ്ദ ലിൽ ഫഖ്രി തിജ്ഫാഫാ, നിങ്ങൾ എന്നെ യഥാവിധി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, യഥാവിധി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അത് യഥാർത്ഥ രൂപത്തിലാണെങ്കിൽ, എന്നെ നിങ്ങൾ അങ്ങനെയാ ഇഷ്ടം വെക്കുന്നതെങ്കിൽ ഫഖ്ർ സ്വീകരിക്കാൻ സന്നദ്ധത ഒരുക്കണം. ദാരിദ്ര്യം നിങ്ങൾക്ക് വരും, ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയല്ല, പാകപ്പെട്ട അവസ്ഥ വരും. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ച് നിങ്ങൾ മറ്റൊരു അപായത്തിലേക്കും പോകരുത്. അത് സ്വീകരിക്കാനുള്ള സന്നദ്ധത നിങ്ങൾക്ക് വേണം. കാരണം നിങ്ങൾക്ക് എൻ്റെ മഹബത്ത് വലുതായി തോന്നുമ്പോ, നിങ്ങൾക്കെല്ലാം ചെറുപ്പമായി ചെറുതായി തോന്നും.
വികസനമുണ്ടായി ജീവിച്ച മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വികാസത്തിന്റെ രൂപത്തിൽ നിന്ന് മെലിഞ്ഞൊട്ടിയ അവസ്ഥയിലേക്ക് മാറിയതും സൗകര്യങ്ങളിൽ നിന്ന് ശുഷ്കിച്ച അവസ്ഥയിലേക്ക് മാറിയതും ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള യഥാർത്ഥ ഹുബ്ബങ്ങ് രൂപപ്പെടുത്തിയെടുത്തപ്പോഴാ കൊട്ടാരത്തിൽ നിന്ന് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു വിട്ടിറങ്ങിയതും അള്ളാഹുവിനോടും ഹബീബായ തങ്ങളോടുമുള്ള ഹുബിന്റെ പേരിലാണ്. അതേ മഹബത്ത് കാമിലായ രൂപത്തിൽ അങ്ങ് വരുമ്പോ ദുനിയാവിനോടുള്ള പ്രതിബദ്ധത നന്നായി കുറയും, ആഖിറത്തിലേക്ക് മനസ്സങ്ങ് വെമ്പും, ആഖിറത്തിലേക്ക് മനസ്സങ്ങ് വിശാലമാകും. എനിക്ക് അവിടുത്തേക്ക് ഒരുപാട് സമ്പാദിക്കണമെന്ന് തോന്നും. ആ സമ്പാദിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യും, അതിനു വേണ്ടി ഉറക്കമൊഴുക്കും, അതിനു വേണ്ടി ഊണൊഴുക്കും, അതിനു വേണ്ടി എല്ലാ സബബുകളുമായും ബന്ധപ്പെടും. അതതിൻ്റെ ഏറ്റവും ഉയർന്നൊരു നിലവാരമാണ്. അതിലേക്കാണ് മഹാന്മാരൊക്കെ എത്തിച്ചേർന്നത്. അള്ളാഹു നമുക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശർഹ് സ്വദർ നമ്മൾ ചർച്ച ചെയ്തതുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ വിഷമങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ. നമ്മുടെ മനസ്സിനും അള്ളാഹു വിശാലത തരട്ടെ. എന്തെങ്കിലും മാനസിക ശാരീരിക പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ അകപ്പെട്ട് കഴിയുന്നവർ അള്ളാഹുവേ ഈ സദസ്സിൽ ഞങ്ങളോട് ദുആ കൊണ്ട് ചെയ്തവരിൽ അറിയിച്ചവരിലുണ്ടെങ്കിൽ എല്ലാവരുടെ മാനസിക ശാരീരിക വിഷമങ്ങളും നീ നീക്കിക്കൊടുത്ത് റാഹത്തും സലാമത്തും നൽകണേ അല്ലാഹ്.